ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻജിൻ ടെർമിനോളജി എന്ന് പറയുന്ന പോർഷനാണ് നോക്കിയത്. എൻജിൻ ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാ എൻജിനും കോമൺ ആയിട്ട് വരുന്ന അതിൻ്റെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻജിൻ സൈക്കിൾസിനെ കുറിച്ചാണ്. എൻജിൻ സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് IC എഞ്ചിനുകൾ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ്, നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ എഞ്ചിനുകളും 2 സൈക്കിളുകൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതായത് അത് പ്രവർത്തിക്കുന്ന അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നതാണ് ഈ സൈക്കിളോട് ഉദ്ദേശിക്കുന്നത്. 2 തരം സൈക്കിളാണ് ഉള്ളത്. അതിൽ ഒന്നാമത് ഓട്ടോ സൈക്കിൾ എന്ന് പറയും. ഡിറോച്ചസ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഇത് കണ്ടുപിടിച്ചത്. പക്ഷേ ഡിറോച്ചസിനെക്കാളും ഈ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് ഓട്ടോ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയന്റിസ്റ്റിനാണ്. ഓട്ടോനെ കുറിച്ചൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞതാണ്. അങ്ങനെ ഓട്ടോ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഓട്ടോ സക്സസ്ഫുൾ ആയി ഉണ്ടാക്കിയ സൈക്കിൾ എന്നാണ് ഓട്ടോ സൈക്കിൾ എന്നും. അതേപോലെ റുഡോൾഫ് ഡീസൽ എന്ന് പറയുന്ന ആളാണ് രണ്ടാമത്തെ സൈക്കിൾ കണ്ടുപിടിച്ചത്. ഡീസൽ സൈക്കിൾ എന്ന് പറയും. ഓട്ടോ കണ്ടുപിടിച്ച സൈക്കിളിന് ഓട്ടോ സൈക്കിൾ എന്നും ഡീസൽ കണ്ടുപിടിച്ച സൈക്കിളിന് ഡീസൽ സൈക്കിൾ എന്നും പറയും. ഇന്ന് നമ്മൾ ലോകത്ത് ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളുടെ എഞ്ചിനുകളും അല്ലെങ്കിൽ എല്ലാ എഞ്ചിനുകളും ഈ 2 സൈക്കിളുകൾ വെച്ചാണ് പ്രവർത്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതില് നമ്മൾ ഒരുപാട് ഫ്യൂൽ ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോ എന്ന് പറഞ്ഞൊരു ഫ്യൂൽ നമുക്കില്ല, ഡീസൽ എന്നൊരു ഫ്യൂൽ ഉണ്ട്. പക്ഷെ നമ്മൾ വേറെ ഒരുപാട് ഫ്യൂൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓട്ടോ എന്ന് പറയുന്ന ഓട്ടോ സൈക്കിൾ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെട്രോൾ, LPG, CNG, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ അല്ലെങ്കിൽ LPG, CNG അങ്ങനത്തെ ഉള്ള ഫ്യൂലുകളെല്ലാം എല്ലാ ഫ്യൂലുകളും ഓട്ടോ സൈക്കിളിലാണ് വരിക. ഡീസൽ സൈക്കിളിൽ ഡീസലിന്റെ പേര് സൂചിപ്പിച്ച പോലെ തന്നെ ഡീസൽ മാത്രമായിരിക്കും ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുക. ഇനി ഈ സൈക്കിളുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. അത് നമ്മൾ എന്താണ് പെട്രോൾ എഞ്ചിൻ, എന്താണ് ഡീസൽ എഞ്ചിൻ എന്ന് പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുക, എങ്ങനെയാണ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുക എന്ന് പഠിക്കുന്നത്. അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, ഈ സൈക്കിളുകൾ എന്താണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിൽ എന്താണ് വ്യത്യാസം വരിക എന്നുള്ളത് നമ്മൾ ആ സെക്ഷനിൽ പഠിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു IC എഞ്ചിന്റെ വർക്കിംഗ് ആണ്. അപ്പൊ IC എഞ്ചിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പൊ ഒരു പെട്രോൾ എഞ്ചിൻ എടുക്കുക. പെട്രോൾ എഞ്ചിൻ എടുക്കുന്ന സമയത്ത് പെട്രോൾ എഞ്ചിൻ 2 ടൈപ്പ് വരുന്നുണ്ട്. 2 സ്ട്രോക്കും വരുന്നുണ്ട്, 4 സ്ട്രോക്കും വരുന്നുണ്ട്. എന്തായിരിക്കും 2 സ്ട്രോക്കും 4 സ്ട്രോക്കും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ടൈപ്സ് എഴുതുന്ന സമയത്ത് പറഞ്ഞത് 2 സ്ട്രോക്കും 4 സ്ട്രോക്കും ഇങ്ങനെ 2 ടൈപ്പ് എഞ്ചിൻ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എഞ്ചിൻ ടെർമിനോളജി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ടേം. അതായത് ഒരു എഞ്ചിൻ അതിന്റെ മുഴുവൻ സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റത്തെ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നത് 2 സ്ട്രോക്കിലാണെങ്കിൽ അതിന് 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നും 4 സ്ട്രോക്കിലാണെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്നും പറയും. അപ്പൊ എന്താണ് ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു സിലിണ്ടർ എന്ന് വിചാരിക്കുക. നമ്മൾ എഞ്ചിന്റെ സിലിണ്ടർ. ഓക്കെ, ഇവിടെയുള്ള പിസ്റ്റൺ ഇത് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് മുകളിലേക്ക് പോകും. ഇവിടെ വരെ എത്തും. ഈ ഒരു ഒന്നെങ്കിൽ മുകളിലേക്ക്, അതായത് BDC മുതൽ TDC വരെ മുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരിക. ഈ ഒരു മൂവ്മെന്റിനെയാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുക. ഇതൊന്നെങ്കിൽ BDCയിൽ നിന്ന് TDCയിലേക്കോ TDCയിൽ നിന്ന് BDCയിലേക്കോ ഉള്ള പിസ്റ്റന്റെ ഒരു മൂവ്മെന്റിനെ ഒരു സ്ട്രോക്ക് എന്ന് പറയും. ഇങ്ങനെ ഒരു പ്രാവശ്യം താഴേക്ക് പോയി തിരിച്ച് മേലേക്ക് വന്നു, അല്ലെങ്കിൽ താഴെ മേലേക്ക് വന്നിട്ട് തിരിച്ച് താഴേക്ക് പോയി. ഇങ്ങനെ ആയപ്പോൾ 2 സ്ട്രോക്കായി. ഇങ്ങനെ 2 പ്രാവശ്യം കൊണ്ട് ഒരു എഞ്ചിൻ സൈക്കിൾ പൂർത്തിയാകുന്നതിന് നമ്മൾ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയും. അതേസമയം ഇത് 4 പ്രാവശ്യം പോയി, അതായത് 2 പ്രാവശ്യം മേലേക്ക് പോകണം, 2 പ്രാവശ്യം താഴേക്കും വരണം. അങ്ങനെ 4 സ്ട്രോക്കിൽ പൂർത്തിയാകുന്ന എഞ്ചിനുകളെ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയും. ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് 2 സ്ട്രോക്ക് വർക്ക് ചെയ്യുക, എങ്ങനെയാണ് 4 സ്ട്രോക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് 2 സ്ട്രോക്ക്, എന്താണ് 4 സ്ട്രോക്ക് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.